ആദ്യം ദ്രോണാചാര്യരൊന്ന് മനസ്സിരുത്തിയ വീഡിയോ ഒന്ന് കാണ്. അത് കഴിഞ്ഞിട്ടേ ഈ പ്രകാശം പറയും എവിടെ കാണണമെന്നും എപ്പ കാണണമെന്നും. ഏട്ടാ, ജോലിയൊക്കെ മതി. ഈ ഗുളിക കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കിയേ. പക്ഷേ ഞാനൊന്ന് മാറിന്നപ്പോ തന്നെ ബിസിനസ്സിൽ നന്നായി ഇടിവ് വന്നിട്ടുണ്ട്. ഇനി അത് ശരിയാക്കിയെടുക്കാൻ ഒരു കഠിന പരിശ്രമം തന്നെ വേണ്ടിവരും. ഏട്ടാ, ഈ സമയത്ത് ഇത്തരത്തിലുള്ള ടെൻഷൻ ഒന്നും എടുത്ത് തലയിൽ വെക്കണ്ട. ഡോക്ടർ നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുള്ള സമയം, അത് മറക്കണ്ട. കാര്യങ്ങളൊക്കെ ജഗൻചേട്ടനെ ഏൽപ്പിച്ചാ മതി, എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് ലൈവാ, ഒത്തിരി കാര്യങ്ങൾ അറിയണം. അത് ഒറ്റയടിക്ക് വരുന്ന ആൾക്ക് ചെയ്യാൻ പറ്റില്ല. പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ പിഴവുകൾ പോലും ബിസിനസിനെ താഴേക്ക് മൂക്കുത്തിക്കും. ബിസിനസ്സിൽ കാലങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ എക്സ്പീരിയൻസിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ജഗൻചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാ ഞാൻ പറഞ്ഞേ. ഫ്ലൈറ്റ് ഓടിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുത്താ മറ്റൊരാൾക്ക് അത് ഓടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ബിസിനസ് അവനവന്റെ അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. എനിക്ക് ഈ ഫ്ലൈറ്റിന്റെ കാര്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ പറഞ്ഞത്. ഏതായാലും വിക്രമേട്ടനെ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദേ കഴിച്ചേ. വർഷം പോയി കിടക്ക്, ഞാൻ വന്നോളാം. ഇവനെന്തിനാ രാവിലെ കിടന്ന് വിളിക്കുന്നേ? എന്തിനാടാ പ്രകാശ നീ നാഴികക്ക് 40 വട്ടം കിടന്ന് വിളിക്കുന്നേ? കുറുപ്പ് സാറേ, അത് ഏടാ അത് ഇതൊന്നൊന്നുമില്ല. ഏൽപ്പിച്ച ജോലി മര്യാദക്ക് ചെയ്യണം. നിന്നെ പോലെ 24 മണിക്കൂറും ചൊറിയും കുത്തിയിരിക്കുന്നവനല്ല ഈ കുറുപ്പ്. ചില ചാനൽ ചർച്ചകളിൽ അവര് ഈ കുറുപ്പിനെ വിശേഷിപ്പിക്കുന്ന നീ കേട്ടിട്ടില്ലേ? കേരള രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യർ എന്ന്. അത് വെറുതെ പറയുന്നൊന്നുമല്ല. പഠിച്ചും പഠിപ്പിച്ചും കരുക്കൾ നീക്കിയും വെട്ടിയും വളർത്തിയും ഉണ്ടാക്കിയെടുത്തതാ. എനിക്ക് സാറിനെ ഒന്ന് കാണാമായിരുന്നു. നീ കാണണമെന്ന് പറയുമ്പോ നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഞാൻ നിന്റെ കളിപ്പള്ളിയൊന്നുമല്ല. പറഞ്ഞ മനസ്സിലാണോ? നിനക്ക് ഞാനൊരു സമയം തന്നിട്ടുണ്ട്. അതിൽ നിന്നും വിട്ടുപോകുന്ന ഓരോ നിമിഷവും മഹാദുരന്തത്തിലേക്കുള്ള നിന്റെ ചുവടുവയ്പ്പുകളാണ്. ഞാനേ സാറിനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞതേ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പായി അറിയിക്കാനാ. നിന്ന് സാധ്യം പറയാതെ കാര്യം എന്ന് വെച്ചാൽ പറയണം. സാറിന്റെ മൊബൈലിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആദ്യം ദ്രോണാചാര്യരൊന്ന് മനസ്സിരുത്തിയ വീഡിയോ ഒന്ന് കാണ്. അത് കഴിഞ്ഞിട്ടേ ഈ പ്രകാശം പറയും എവിടെ കാണണമെന്നും എപ്പ കാണണമെന്നും. ഹരിതേ, നീ എന്താ കാണിക്കുന്നേ? ഒന്ന് നിർത്താൻ. മനോജ്, എനിക്കിനി വയ്യ, എനിക്കിനി പറ്റില്ല.
എന്താ ഹരിതേ, അതിനുവേണ്ടി ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായേ? നീ എന്താ മനോജ് പൊട്ടം കളിക്കുവാണോ? ഇവിടെ നടക്കുന്നതൊന്നും നീ അറിയുന്നില്ലേ? ഹരിത, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഈ വീട്ടിൽ ഇവരോടൊപ്പം താമസിക്കാൻ ബുദ്ധിമുട്ടാ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഹരിതേ, നിന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. പക്ഷേ നിന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ? നിന്റെ അച്ഛനും അപ്പച്ചിയും എന്നെ ആക്ഷേപിക്കാൻ കാത്തിരിക്കും അവിടെ. അപ്പോ ആട്ടും തുപ്പും കേട്ട് ഞാൻ ഇവിടെ താമസിക്കണമെന്നോ? എങ്കിലൊരു കാര്യം ചെയ്യാം, വേറൊരു വീടെടുത്ത് മാറാം. അപ്പം നിനക്ക് എന്റെ വീട്ടുകാരുടെ ആക്ഷേപവും സഹിക്കണ്ട, ഞാനും എന്റെ കുഞ്ഞും സേഫ് ആവുകയും ചെയ്യും. എന്താടാ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പെണ്ണിനെ കെട്ടിയാ മാത്രം പോരാ, പോറ്റാനുള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം. അതെ, മനോജ് ജോലിയും കൂലിയും ഇല്ലാത്തവനാ എന്ന് വെച്ച് നിന്റെ അച്ഛന്റെ ഔദാര്യത്തിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. മനസ്സില്ല എനിക്ക്. ഹരിതേ, പോട്ടെ, ഇപ്പോഴത്തേക്ക് നീ ഒന്ന് സമാധാനിക്ക്. ഹരിതേ, പുറത്തുള്ള എന്റെ കടങ്ങളൊക്കെ ഒരുവിധം തീർന്നു. കൂട്ടുകാരന്റെ കെയർ ഓഫില് ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. 2-3 കമ്പനികളിൽ ഓൺലൈൻ ഇന്റർവ്യൂവും കഴിഞ്ഞു. നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, കടബാധ്യതകളൊക്കെ വീട്ടിന്ന്. അതിനുള്ള പണം നിനക്ക് എവിടുന്ന കിട്ടിയ? മനോജെ, എനിക്ക് നിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഈശ്വര, പെട്ടല്ലോ. എടാ, നീ എന്താ ആലോചിക്കുന്നേ? അതെ, ബിസിനസ് നടത്തിയപ്പോ എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറച്ച് വരുമാനം ഉണ്ടായിരുന്നല്ലോ. അവര് പണം തന്നപ്പോ അതെടുത്ത് കടങ്ങളൊക്കെ വീട്ടി. കുഞ്ഞ് ജനിക്കുമ്പോ അച്ഛൻ ജയിലിൽ കിടക്കോ? ഹരിതേ, നിനക്കിനി ഇപ്പോഴും സംശയമാണോ? എനിക്കിപ്പോ എല്ലാവരെയും സംശയമാ. എന്നെ ദ്രോഹിക്കാൻ നിൽക്കുന്ന വന്ദനയെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇവിടെ എല്ലാവരും, എന്റെ കൂടെ പിറപ്പടക്കം. നിനക്ക് ജോലി കിട്ടി സെറ്റിലായിട്ട് ഇവിടുന്ന് മാറാന്ന് വെച്ചാ അതിന് കാത്തിരുന്ന് മൂക്കില് പല്ല് മുളക്കത്തേ ഉള്ളൂ. മനോജ്, എനിക്കിപ്പോ എന്റെ കുഞ്ഞാ വലുത്. ഇവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഈ കുഞ്ഞിനെ കൂടി ഇവിടെ ഉള്ളവരങ്ങ് കൊല്ലും.